ഹലോ, പഞ്ചതന്ത്രം സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? പിങ്കളകൻ എന്ന രാജാവ് പറഞ്ഞത് കേട്ട് ദമനകൻ എന്ന കുറുക്കൻ സഞ്ജീവകൻ എന്ന കാളയെ പിങ്കളകന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്. അതിനിടയ്ക്ക് സഞ്ജീവകന് ദമനകന് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കഥയുടെ പേരാണ് ദന്തിലൻ. ആ കഥയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കേൾക്കാൻ പോകുന്നത്. വർദ്ധമാനം എന്നൊരു പട്ടണമുണ്ടായിരുന്നു. അവിടെ ദന്തിലൻ എന്ന മഹാധനികനായ ഒരു വ്യാപാരി വസിച്ചിരുന്നു. രാജ്യത്തിന്റെ സകല ഭരണകാര്യങ്ങളും രാജാവിന്റെ സ്വന്തം കാര്യങ്ങളും അയാളാണ് നോക്കിയിരുന്നത്. ആർക്കും യാതൊരു വിധത്തിലുള്ള പരാതിയും അസംതൃപ്തിയും ഉണ്ടായിരുന്നില്ല. സാധാരണയായി രാജാവിന്റെ ഹിതം നോക്കുന്നവനെ പ്രജകൾക്ക് ഇഷ്ടമാവില്ല, പ്രജാഹിതം നോക്കുന്നവനെ രാജാവിനും ഇഷ്ടമാവില്ല. രണ്ടു കൂട്ടർക്കും ഇഷ്ടമുള്ള ഒരു കാര്യസ്ഥൻ ലോകത്തിൽ തന്നെ ദുർലഭമായിരിക്കും. ദന്തിലൻ രണ്ടു കൂട്ടർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അങ്ങനെയിരിക്കെ ദന്തിലന്റെ മകളുടെ വിവാഹം ആഘോഷപൂർവ്വം നടന്നു. അതിന് അയാൾ നാട്ടുകാരെയും രാജസേവകന്മാരെയും ബഹുമാനപൂർവ്വം ക്ഷണിച്ച് സദ്യയും വിശേഷ വസ്ത്രങ്ങളും കൊടുത്ത് സൽക്കരിച്ചു. രാജാവിനെയും രാജ്ഞിയെയും പ്രത്യേകം ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പൂജിക്കുകയുണ്ടായി. അതിനിടയിൽ രാജധാനി തൂത്തുവാരുന്ന ഗോരംഭൻ എന്ന രാജസേവകൻ തനിക്ക് അർഹതയില്ലാത്ത ഒരു സ്ഥാനത്ത് കയറിയിരുന്നു. അപ്പോൾ ദന്തിലൻ ശുണ്ഠിയെടുത്ത് അവനെ കഴുത്തിന് പിടിച്ചു തള്ളി ഇറക്കി പറഞ്ഞയക്കുകയും ചെയ്തു. ഗോരംഭനാകട്ടെ അപമാനഭാരത്താൽ രാത്രി മുഴുവൻ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. ദന്തിലന് രാജാവിന്റെ പ്രസാദമില്ലാതാക്കാൻ എന്താണ് വഴിയെന്ന് അവൻ ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം വെളുപ്പാൻ കാലത്ത് രാജാവ് പകുതി ഉറക്കത്തിൽപ്പെട്ട് കിടക്കുകയാണ്. ആ സമയത്ത് ഗോരംഭൻ കടന്നു വന്ന് മുറി തൂക്കുവാൻ തുടങ്ങി. രാജാവിന്റെ കട്ടിലിനടുത്ത് അടിച്ചു വാരുമ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു: അയ്യയ്യോ, എന്തൊരു കഷ്ടം! ദന്തിലൻ രാജ്ഞിയെ ആശ്ലേഷിക്കുന്നു. രാജാവ് അത് കേട്ട് സംഭ്രമത്തോടുകൂടി ഉണർന്നു ചോദിച്ചു: എടോ ഗോരംഭ, നീ പറഞ്ഞത് സത്യമാണോ? ദന്തിലൻ ദേവിയെ ആശ്ലേഷിക്കുന്നു എന്ന് പറഞ്ഞത്? ഗോരംഭൻ പരിഭ്രമം നടിച്ച് മറുപടി പറഞ്ഞു: പ്രഭു, ഞാൻ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് ചൂത് കളിക്കുകയായിരുന്നു. ഇപ്പോൾ ഉറക്കപ്പിച്ചാണ്. എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. രാജാവ് ആലോചിച്ചു. ഗോരംഭന് കൊട്ടാരത്തിൽ എവിടെ പോകാനും തടസ്സമില്ല. ദന്തിലനുമില്ലല്ലോ തടസ്സം. ഇവൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും ദന്തിലൻ ദേവിയെ ആശ്ലേഷിക്കുന്നത്. പകൽ കാണുകയോ പ്രവർത്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്ത കാര്യങ്ങളാണ് രാത്രി സ്വപ്നത്തിൽ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത്. അന്നു മുതൽക്ക് അദ്ദേഹത്തിന് ദന്തിലനോടുള്ള പ്രിയം ഇല്ലാതായി. ദന്തിലൻ രാജധാനിയിലേക്ക് വരരുതെന്ന് ഒരു കൽപ്പനയും പുറപ്പെടുവിച്ചു. ദന്തിലനാകട്ടെ ഈ തെറ്റിദ്ധാരണയുടെ പശ്ചാത്തലം അറിയാതെ രാജാവിന്റെ അപ്രിയത്തിന്റെ കാരണത്തെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിച്ചു. ഞാൻ രാജാവിനോ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ അപ്രിയമായി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും രാജാവിന് എന്നോട് എന്തിനാണ് ഈ നീരസം? ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് അയാൾ കൊട്ടാരവാതിൽക്കൽ ദുഃഖഭാവത്തിൽ നിൽക്കുന്നത് കണ്ട് തൂപ്പുകാരൻ ഗോരംഭൻ ചിരിച്ചുകൊണ്ട് കാവൽക്കാരോട് പറഞ്ഞു: സൂക്ഷിച്ചു കേട്ടുകൊള്ളുവിൻ. ഈ ദന്തിലനുണ്ടല്ലോ, രാജാവിന് വളരെ പ്രിയപ്പെട്ടവനാണ്. കൊല്ലിനും കൊലയ്ക്കും അധികാരമുണ്ട്. അദ്ദേഹത്തെ എങ്ങാനും തടഞ്ഞു നിർത്തിയാൽ അന്ന് എന്നെ ചെയ്തതുപോലെ അദ്ദേഹം നിങ്ങളെയും കഴുത്തു പിടിച്ച് തള്ളിക്കളയും. അതു കേട്ടപ്പോൾ ദന്തിലനു കാര്യം മനസ്സിലായി. ഇത് ഗോരംഭന്റെ പണി തന്നെ. വിഡ്ഢിയാണെങ്കിലും സേവകനെ പൂജിക്കണമല്ലോ. ദന്തിലൻ അന്നു രാത്രി തന്നെ ഗോരംഭനെ രഹസ്യമായി വിളിച്ച് 2 മുണ്ടു കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു: സുഹൃത്തെ, ഞാൻ അന്ന് താങ്കളെ അപമാനിച്ചുവെങ്കിൽ അത് സദയം ക്ഷമിക്കണം. ബ്രാഹ്മണരുടെ മുൻപിൽ താങ്കൾ അനർഹസ്ഥാനത്ത് ഇരുന്നത് കണ്ട് ചെയ്തു പോയതാണ്. അതിവിശേഷമായ മുണ്ടു കിട്ടിയപ്പോൾ ഗോരംഭന് സന്തോഷമായി. സാരമില്ല, ഞാൻ അതൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. ഇനി കണ്ടുകൊള്ളുക, എന്റെ ബുദ്ധിപ്രഭാവം കൊണ്ട് അങ്ങേക്ക് രാജപ്രീതി തിരിച്ചു കിട്ടും. പിറ്റേ ദിവസം രാവിലെ രാജാവ് പകുതി ഉറക്കത്തിൽ പെട്ടുകിടക്കുകയാണ്. ആ സമയത്ത് ഗോരംഭൻ കടന്നു വന്ന് മുറി തൂക്കുവാൻ തുടങ്ങി. രാജാവിന്റെ കട്ടിലിനടുത്ത് അടിച്ചു വാരുമ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു: അയ്യയ്യോ, എന്ത് കഷ്ടം! നമ്മുടെ മഹാരാജാവ് പൂന്തോട്ടത്തിലിരുന്ന് വെള്ളരിക്ക കഴിക്കുന്നു. അതു കേട്ട് രാജാവ് സകോപം ചോദിച്ചു: എടോ ഗോരംഭ, താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വെറുമൊരു വേലക്കാരനല്ലേ എന്ന് കരുതി ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നു. ഞാൻ എപ്പോഴാണ് പൂന്തോട്ടത്തിലിരുന്ന് വെള്ളരിക്ക കഴിക്കുന്നത് നീ കണ്ടിട്ടുള്ളത്?
ഗോരമ്പൻ മറുപടി പറഞ്ഞു, പ്രഭു, ഞാൻ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് ചൂത് കളിക്കുകയായിരുന്നു. ഇപ്പോൾ ഉറക്കപ്പിച്ചാണ്. എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇത് കേട്ട് രാജാവ് ആലോചിച്ചു. ഞാൻ ഏതായാലും ഇയാൾ പറയുന്നത് പോലെ ചെയ്തിട്ടില്ല. എന്നിട്ടും ഈ വിഡ്ഢിത ഇങ്ങനെ പറയുന്നു. ദന്തിലന്റെ കാര്യവും ഇതുപോലെ ആയിരിക്കുമെന്ന് ഇപ്പോൾ തീർച്ചയായി. കഷ്ടം, ഞാൻ ദന്തിലനെ വിട്ടുകളഞ്ഞുവല്ലോ. കൊട്ടാരത്തിലെ കാര്യങ്ങളും നാട്ടുകാര്യങ്ങളും എല്ലാം ദന്തിലനില്ലാതെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. രാജാവ് ഉടൻ തന്നെ ദന്തിലനെ വിളിപ്പിച്ച് വസ്ത്രാഭരണങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ചു. പഴയ സ്ഥാനങ്ങളെല്ലാം തിരികെ നൽകി ആദരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദമനകൻ തുടർന്നു. ഉത്തമനെയും മധ്യമനെയും മാത്രമല്ല, അധമനെയും പൂജിക്കാത്തവൻ സ്ഥാനഭ്രഷ്ടനായി തീരും. സഞ്ജീവകൻ സമ്മതിച്ചു. താങ്കളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. ദമനകൻ സഞ്ജീവകനെയും കൂട്ടി പിങ്കളകന്റെ സമീപത്തേക്ക് വന്നു. ദേവാ, ഞാൻ ഈ സഞ്ജീവകനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. സഞ്ജീവകൻ സിംഹത്തെ നമസ്കരിച്ച് മുൻപിൽ വണങ്ങി നിന്നു. പിങ്കളകൻ ചോദിച്ചു, സുഖമല്ലേ? ഈ വിജനമായ കാട്ടിൽ വരാൻ എന്തേ കാരണം? അപ്പോൾ സഞ്ജീവകൻ വർത്തമാനമൊക്കെ പറഞ്ഞ് അഭയം യാചിച്ചു. അത് കേട്ട് പിങ്കളകൻ സമാധാനിപ്പിച്ചു. ചങ്ങാതി, ഭയപ്പെടണ്ട, ഞാനുണ്ട് നിന്നെ രക്ഷിക്കാൻ. ഇഷ്ടം പോലെ നടന്നുകൊള്ളുക. ഈ കാട്ടിൽ ധാരാളം ദുഷ്ടമൃഗങ്ങളുണ്ട്. നിന്നെപ്പോലെ പുല്ല് തിന്നുന്നവർക്ക് ഭയപ്പെടാൻ ഇടവരും. അതുകൊണ്ട് എപ്പോഴും എന്റെ അടുത്തു തന്നെ നിന്നാൽ മതി. അങ്ങനെ പിങ്കളകൻ ദമനകനെയും കരടകനെയും രാജ്യഭാരം ഏൽപ്പിച്ച് സഞ്ജീവകനോടൊപ്പം സൽക്കഥകളും പറഞ്ഞ് സുഖമായിരുന്നു. അനവധി ശാസ്ത്രങ്ങൾ പഠിച്ചവനും അതിബുദ്ധിശാലിയുമായ സഞ്ജീവകൻ ബുദ്ധിയില്ലാത്ത പിങ്കളകനെ ക്രമേണ ബുദ്ധിമാനാക്കി തീർത്തു. വനമര്യാദകൾ വിട്ട് ഗ്രാമസമ്പ്രദായങ്ങൾ അനുഷ്ഠിക്കുവാനും പഠിപ്പിച്ചു. പിങ്കളകനും സഞ്ജീവകനും കൂടി എപ്പോഴും തനിച്ചിരുന്ന് സംസാരിച്ചു. ബാക്കി എല്ലാ മൃഗങ്ങൾക്കും അകന്നു നിൽക്കേണ്ടി വന്നു. കരടകനും ദമനകനും പിങ്കളകന്റെ അടുത്തേക്ക് കടക്കാൻ തന്നെ പാടില്ലാതായി. മാത്രമല്ല, സിംഹം തന്റെ ശൗര്യം പുറത്തെടുക്കാത്തതു കാരണം എല്ലാ മൃഗങ്ങൾക്കും, കൂട്ടത്തിൽ ഈ കുറുക്കന്മാർക്കും ഭക്ഷണമൊന്നും കിട്ടാതെ വന്നു. അവർ വിശന്ന് പൊരിഞ്ഞ് നടപ്പായി. എത്ര യോഗ്യനാണെങ്കിലും ഫലം തരാത്ത രാജാവിനെ ഭൃത്യന്മാർ ഉപേക്ഷിക്കും. ദമനകൻ പറഞ്ഞു, എടോ കരടക, നമ്മുടെ സ്ഥിതി ഇപ്പോൾ പണ്ടത്തെക്കാൾ കഷ്ടമായെന്നാണ് പറയേണ്ടത്. ഉണ്ടായ പ്രാധാന്യമെല്ലാം പോയിപ്പോയല്ലോ. ഈ പിങ്കളകൻ സഞ്ജീവകനോടുള്ള സ്നേഹം നിമിത്തം സ്വന്തം കാര്യവും കൂട്ടത്തിൽ നമ്മുടെ കാര്യവും നോക്കാതെയായി. ഭൃത്യരെല്ലാം ഓരോരുത്തരായി വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിനി എന്തു ചെയ്യണം? കരടകൻ കുറ്റപ്പെടുത്തുന്ന സ്വരത്തിൽ മറുപടി പറഞ്ഞു. രാജാവ് അനുസരിക്കുകയില്ലെങ്കിലും മന്ത്രി വേണ്ടത് പറഞ്ഞു കൊടുക്കണം. ധൃതരാഷ്ട്രരെ വിതുരർ ഉപദേശിച്ചുവല്ലോ, അതുപോലെ നീ ഈ പുല്ലുതീനി മൃഗത്തെ രാജാവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയല്ലോ. കൈകൊണ്ട് തീക്കനൽ കോരി ഇടും പോലെ അവനവൻ ആപത്ത് വലിച്ചിടുകയാണ്. ഇനി പറഞ്ഞിട്ടെന്തു കാര്യം? വരുന്നത് അനുഭവിക്കാം. ദമനകൻ താഴ്മയോട് പറഞ്ഞു, ശരിയാണ്, പ്രഭുവിന്റെ കുറ്റമല്ല, എന്റെ കുറ്റം തന്നെയാണ്. ആടുകളുടെ യുദ്ധത്താൽ കുറുക്കൻ, ആഷാഢഭൂതി കാരണം ഞാൻ, അന്യന്റെ കാര്യത്തിൽ ഇടപെടുകയാൽ ദൂതി, മൂവരും അവനവന്റെ തെറ്റുകൊണ്ടാണ് നശിച്ചതെന്ന് കേട്ടിട്ടില്ലേ? കരടകൻ ചോദിച്ചു, അതെന്തു കഥയാണ്? അപ്പോൾ ദമനകൻ ഒരു കഥ പറഞ്ഞു. ആ കഥ അറിയാനായി അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം. താങ്ക് യു.